നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് കൗമാരക്കാരിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഡോക്ടർ മനു വർഗീസാണ്. ഡോക്ടർ മനു ഹോമിയോപ്പതി വകുപ്പിൻ്റെ സദ്ഗമയ പദ്ധതിയുടെ പ്രൊജക്ട് ഓഫീസറാണ്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഹോമിയോപ്പതി വകുപ്പ് കുട്ടികളുടെ കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ പദ്ധതിയാണ് സദ്ഗമയ. ആ പദ്ധതിയെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. 2012 തുടങ്ങിയ പദ്ധതിയാണ് സദ്ഗമയ പദ്ധതി. ജ്യോതിർഗമയ എന്നായിരുന്നു ആദ്യത്തെ ഈ പദ്ധതിയുടെ പേര്. അത് കഴിഞ്ഞിട്ട് തുടങ്ങിയതാണ്. ആദ്യം തൃശ്ശൂരിലും പിന്നെ പത്തനംതിട്ടയിലും ഒക്കെ ചെറിയ പൈലറ്റ് പ്രോജക്റ്റായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ സദ്ഗമയ പദ്ധതിയുണ്ട്. സദ്ഗമയ പദ്ധതി പ്രധാനമായിട്ടും കുട്ടികളുടെ പെരുമാറ്റ വൈകല്യങ്ങളും പഠന വൈകല്യങ്ങളുമാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്. വരുന്ന കുട്ടികളെ സ്കൂളുകളിലോ അംഗൻവാടികളിലോ അങ്ങനെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് സ്ക്രീൻ ചെയ്തിട്ട് അവർ അടുത്തുള്ള ഹോമിയോ ഡിസ്പെൻസറിയിലെത്തും. ഹോമിയോ ഡിസ്പെൻസറിയിലെ ഡോക്ടർ പ്രാഥമികമായി പരിശോധിച്ച് നോക്കും. എന്നിട്ട് പ്രയാസമുള്ള കേസുകൾ ജില്ലാ സദ്ഗമയ കേന്ദ്രത്തോട്ട് അയക്കും. അവിടെ ഹോമിയോ ഡോക്ടർ കൂടാതെ ഒരു സൈക്കോളജിസ്റ്റ്, ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ, പിന്നെ സൈക്യാട്രിസ്റ്റിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അവരുടെയും സേവനം ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഇതിൽ കൊടുക്കുന്നതാണ്. അപ്പം കുട്ടികൾക്ക് ഇങ്ങനത്തെ പ്രയാസങ്ങൾ കൊച്ചിലേ നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രാരംഭമായ ലക്ഷ്യം. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ബിഹേവിയറൽ ഡിസോർഡേഴ്സൊക്കെ വരുന്ന കുട്ടികൾ തുടക്കത്തിൽ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് പ്രയാസമുള്ള അവരുടെ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് തടയാൻ പറ്റും. ഈ കുട്ടികളെ ക്യാച്ച് ദം വെൻ ദേ ആർ യങ്, അതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആശയം. അപ്പം അവരുടെ കൊച്ചിലെ പല കുട്ടികളും സ്കൂളിൽ പോകാൻ മടി കാണിക്കും. അവരുടെ വീട്ടുകാർ പറയും മഹാവികൃതിയാണ്, ഒന്നും പഠിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുട്ടികളും ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ എന്താ സംഭവിക്കുക വെച്ചാൽ സ്കൂളിൽ അവരെ അങ്ങ് മാറ്റി നിർത്തും, അവഗണിക്കപ്പെടുകയാണ്. എന്നിട്ട് എന്താ, അവർ സ്കൂളിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങും. ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ടീച്ചർ ആദ്യം പേരൻസിനെ വിളിക്കും, 2 അടി കൊടുക്കും. ഇത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? 1 അടി 2 അടി ഒന്ന് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ഇപ്പോൾ അവർ പറയും ഭയങ്കര പ്രശ്നമാണ്, എന്ത് ചെയ്യണം? പേരൻസ് വല്ലാത്ത ഡിലമയിലാണ്, ടീച്ചേഴ്സ് അതിനേക്കാട്ടും വലിയ ഡിലമയിലാണ്. എന്ത് ചെയ്യണം? കുട്ടികളെ എന്ത് ചെയ്യണം? കുറച്ച് ഇപ്പോൾ 40-45 പിള്ളേർ കാണും സ്കൂളിൽ. അപ്പോൾ ഈ കുട്ടികളെ എന്തു ചെയ്യണം എന്നുള്ള കുറച്ച് പേര് ശ്രദ്ധിക്കുന്നുണ്ടാവും, കുറച്ച് പേര് ഇങ്ങനത്തെ പ്രയാസങ്ങളുണ്ടാക്കും. അത് വളരെ കൂടി വരുമ്പം ടീച്ചേഴ്സ് തന്നെ വല്ലാത്ത വിഷമത്തിരിക്കുക. അപ്പോൾ ഈ കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്ത് നേരത്തെ നമുക്ക് മനസ്സിലാക്കിയാൽ, അവർക്കൊരു ശരിയായ ചികിത്സ കൊടുത്താൽ, ശരിയായ രീതിയിലുള്ള മാനേജ്മെൻറ്റ് നടത്തിയാൽ ഇവർ നല്ല കുട്ടികളായി മാറും. നല്ല കുട്ടികൾ പഠിക്കാൻ അവരെ സഹായിക്കാൻ നമുക്ക് പറ്റും. പ്രത്യേക രീതിയിൽ പഠിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു രീതി ഒന്ന് അഭ്യസിപ്പിക്കുകയാണ് ഈ സദ്ഗമയ ചെയ്യുന്നത്. അപ്പം അതാണ് അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട. ഈ കൗമാരക്കാരെന്ന് പറയുമ്പോൾ തന്നെ പ്രശ്നകാരികൾ എന്നൊരു ധാരണ പലപ്പോഴും ഉണ്ട്. കാരണം ഒരു ട്രാൻസിഷൻ പീരീഡാണ്. എല്ലാവരിലും തന്നെ പ്രശ്നങ്ങളുണ്ടാകും, ചിലരിൽ കുറച്ചുകൂടി കൂടുതലായി കാണപ്പെടുകയും ചെയ്യും. കൗമാരക്കാരിൽ പൊതുവെ കാണപ്പെടുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് സാധാരണ ഫേസ് ചെയ്യേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? കൗമാരക്കാർ അവരുടെ ഒരു ഏജ് നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര വോളറ്റൈൽ പീരീഡാണ്. എന്തിനും അവരുടെ ആ ഒരു വ്യക്തിത്വ വികാസം സംഭവിക്കുന്ന ഏരിയയാണ്. അവിടെ ചിൽഡ്രനിൽ നിന്ന് അഡൽട്ടായി ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഏജാണ്. അപ്പോൾ ഈ ഏജിൽ ഒത്തിരി കാര്യങ്ങൾ വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. അവരുടെ ഫിസിക്കലായിട്ടുള്ളൊരു ഗ്രോത്ത് സംഭവിക്കുന്നു, അവരുടെ ഇൻ്റലക്ച്വലായ ഗ്രോത്ത് മനസ്സിലാവുന്നുണ്ട്, പിന്നെ അതുപോലെ സെക്ഷുവലായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്, സൈക്കോളജിക്കലായ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ചേഞ്ചസ് എല്ലാം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇത് ശരിക്ക് മുതിർന്നവരാണിത് മനസ്സിലാക്കേണ്ടത്, എന്നിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇവരിൽ ആദ്യം സംഭവിക്കുന്ന അവരുടെ ഒരു സെൽഫ് ഐഡൻറ്റിറ്റി ഉണ്ട്, സ്വത്വബോധം. ഈ സ്വത്വബോധം, ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കുന്നത്, എൻ്റെ ശരീരത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുന്നത് ആ സമയത്താണ്. കൂടുതൽ ഫാഷൻസ് ആവുന്നത്, പുതിയ രീതിയിൽ ആവുന്നത്. അപ്പോൾ ആ സമയത്ത് പല കാര്യങ്ങളും ഇപ്പം പേരൻസ് വിചാരിക്കുന്ന പോലെ ആവണമെന്നില്ല കുട്ടി ചിന്തിക്കുന്നത്. അപ്പം പേരൻസ് പറയും, ഞാൻ പണ്ട് ഈ പ്രായത്തിലായിരുന്നപ്പോൾ ഇങ്ങനെയായിരുന്നു, നീ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കും. ഇവർ പുതിയ സർക്കംസ്റ്റൻസ് വെച്ചിട്ട് അവരായിരിക്കുന്ന സ്ഥലം, അവരുടെ ആയിരിക്കുന്ന സൊസൈറ്റി, അതിൻ്റെ കൾച്ചർ, ഇതെല്ലാം വെച്ചിട്ട് ട്രെൻഡ് സെറ്റിംഗ് ആണ് ഈ അഡോളസൻ്റ് ഏജ് എന്ന് പറയുമ്പോൾ. ആ രീതിയിൽ അവർ പുതിയ കാര്യങ്ങൾ, പുതിയ ഐഡൻറ്റിറ്റി അവരുണ്ടാക്കും. ചിലർ പേരൻസ് വിചാരിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് നേരെ തിരിച്ചുള്ള വിശ്വാസമായിരിക്കും അവരെത്തുക. അപ്പോൾ അവരേക്കും ഒരു നല്ല വിശ്വാസിയായ ഒരു മോൻ ചിലപ്പം തീരെ അവിശ്വാസിയായെന്ന് വരാം. എന്നും പള്ളിയിലും അമ്പലത്തിൽ പോകുന്ന മോൻ ഒട്ടും പോയെന്ന് വരത്തില്ല. ഇതെല്ലാം ആ സമയത്ത് സംഭവിക്കാം. അപ്പോൾ സെൽഫ് ഐഡൻറ്റിറ്റി ഉണ്ട്, ഓരോരോ എസ്റ്റീം, ആത്മവിശ്വാസത്തെക്കുറിച്ചും സ്വന്തം ഇതിനെക്കുറിച്ചുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും. അപ്പം ഈ സമയത്ത് ഇതൊക്കെ വ്രണപ്പെട്ടാൽ അത് വലിയ കാര്യമായ പ്രശ്നങ്ങളുണ്ടാകും. ഈ വളർച്ചയിൽ ഉണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങൾ, ചെറിയ കാര്യങ്ങൾ മതി അവർ പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവും.
ഈ പ്രായത്തിൽ പെട്ടെന്ന് ഒരാളെ ഈ നമ്മൾ നോക്കാമല്ലോ, ഈ അഡ്വർടൈസ്മെൻറ്റ്സ് എല്ലാം ഈ കുട്ടികളെ ഈ അഡോളസൻസിനെയും കേന്ദ്രീകരിച്ചാണ്. ഇവരെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് ഒരു കാര്യം വിശ്വസിപ്പിക്കാൻ പറ്റും. ഇപ്പം മുതിർന്നവരെന്നെ വിശ്വസിക്കുന്നു, ഇപ്പം കുട്ടികളെ പെട്ടെന്ന് വിശ്വസിക്കും. അപ്പം അവർ പറയുന്ന ഇതെല്ലാം റോൾ മോഡൽ പോലെ പേരൻസിനെ എടുക്കും. പല കാര്യങ്ങളും ഇവരുടെ കുട്ടികളിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കാരണക്കാർ അഡൾട്ട്സ് തന്നെ ആയിരിക്കും. അപ്പം ഇവരുടെ നോക്കിയിട്ടാണ് ഇത് ഇങ്ങനെ പഠിക്കുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം ഈ പ്രായത്തിൽ അവർക്ക് വേണ്ട ഒരു അറ്റൻഷൻ, അവർക്ക് വേണ്ട ഒരു പോസിറ്റീവ് സ്ട്രോക്സ് അതൊക്കെ കിട്ടുകയാണെങ്കിൽ അവർ നല്ലതായിട്ട് വരും. പക്ഷേ അതിന് പകരം കിട്ടുന്ന എന്താ, ചെറിയ ചെറിയ കുരുത്തക്കേടുകൾ കാണിക്കുമ്പോൾ അതിന് വലുതായിട്ട് മറ്റുള്ളവർ പെർസീവ് ചെയ്യും. അത് കഴിയുമ്പോൾ ഇവനെ ഒരു മോശ ക്യാരക്ടറാവും. അതെ. പിന്നെ ഇത് കൊച്ചിലേ തുടങ്ങുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ബിഹേവിയറൽ ഡിസോർഡേഴ്സിൻ്റെ ചില കുട്ടികൾ ADHD പോലെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഭയങ്കര ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റില്ല, ഭയങ്കര അമിതമായ വികൃതികളുണ്ടാവും, അവിടെ തിരിക്കാൻ പറ്റത്തില്ല. പലപ്പോഴും കുട്ടികൾ നോർമലായിട്ടുള്ള കുട്ടികളും കാണും, വളരെ പ്രശ്നകാരികളായ കുട്ടികളും കാണും. ചെറിയ കുട്ടികളിൽ നിന്ന് വലിയ കുട്ടികളിലേക്ക് എത്തുമ്പോൾ അവരുടെ പ്രശ്നങ്ങളും വർദ്ധിക്കും. ഇത്തരത്തിൽ കാണപ്പെടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ ഗതിയിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു മാതാപിതാക്കൾ അല്ലെങ്കിൽ ഡോക്ടർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സദ്ഗമയ പദ്ധതിയിൽ നമ്മൾ ആദ്യം വരുന്ന കുട്ടികൾ വരുന്ന വെച്ചാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ADHD എന്ന് പറയുന്ന ചില ഒരു പ്രശ്നമുള്ള കുട്ടികൾ വരാറുണ്ട്. ഇപ്പം ഇതിൽ അവർക്ക് ഒരിടത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസമാണ്. പെട്ടെന്ന് കുറച്ച് നേരം ഇരിക്കും, അവർ പേരൻസ് എന്ന് പറയുന്നത് അവനൊരു 5 മിനിറ്റ് പുസ്തകത്തിന് മുന്നേ ഇരിക്കും, അത് ഞാൻ അറിഞ്ഞുകൊള്ളൂ. ഒരു 5 മിനിറ്റ് കൂടുതൽ ഒരിടത്ത് ഇരിക്കത്തില്ല. പിന്നെ ഒന്നും ചിന്തിക്കുന്നതിന് പിന്നെ പ്രവർത്തിക്കുന്നവരാണ്. ഒന്ന് ചെയ്യുന്നു, ഒരു സാധനം എടുക്കുന്നു, ബോൾ എടുത്ത് കൈ കെട്ടി ഒറ്റ എറിയും. അത് അപ്പുറത്തെ കണ്ണാടിയാണോ ഇതാണെന്നോ ഒന്നും നോക്കത്തില്ല. ചിലപ്പോൾ ഒരു കയറി അല്ലെങ്കിൽ കൈ ബോൾ അവിടെ ഇരിക്കുന്നു, ഒരൊറ്റ അടിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ അങ്ങനെ ആവും. പിന്നെ അവിടെ തിരിക്കുക, ക്ലാസ്സിൽ ടീച്ചർ എഴുതി ഇവനെ എഴുന്നിട്ട് നടക്കും. ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവനെന്താ പറ്റും, കുറച്ച് നേരം ഇരുന്ന് പഠിക്കേണ്ട ജോലിയാണ്. അപ്പോൾ അവനോട് ഒരു 2 ചാപ്റ്റർ പഠിക്കണം പരീക്ഷയ്ക്ക്, ഇവനെ ഒരു 10 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റുകയില്ല. അവൻ 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ അങ്ങ് പോവുക. അപ്പോൾ ഇവനെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കൺസിസ്റ്റൻ്റ്ലി മാർക്ക് കുറയും. ഇപ്പോൾ ഇവരെല്ലാം ശ്രദ്ധിക്കുന്ന എപ്പോഴാണ്, ക്ലാസ്സിൽ മാർക്ക് കുറയുന്നു, ക്ലാസ്സിലുള്ള ഇത് കുറയുമ്പോഴാണ് ഇവനെന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഇവർ ചിന്തിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുട്ടികളാണ് നമ്മുടെ അടുത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട കുട്ടികൾ. പിന്നെ ചില കുട്ടികൾ ഇതിൻ്റെ അകത്തുള്ളത് ഈ ചില കാര്യങ്ങൾ റിപ്പീറ്റഡായിട്ട് ചെയ്യാൻ ഉള്ള ഇതുണ്ട്. ചിലപ്പം കൈ കഴുകുന്ന കുട്ടികൾ ഭയങ്കരമായി ടെൻഷൻ വന്ന് പെട്ടെന്ന് കൈ കഴുകിക്കൊണ്ടിരിക്കും, എപ്പോഴും കൈ കഴുകിക്കൊണ്ടിരിക്കും. വൃത്തി എന്ന് പറഞ്ഞാൽ അമിത വൃത്തി, എല്ലാം ഇച്ചിരി കൂടിയ സാധനം വരുന്ന കുട്ടികൾ, അങ്ങനത്തെ ഒരു സ്വഭാവക്കാരുമുണ്ട്. പിന്നെ ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? പാലക്കാട് നിന്ന് സതീഷ് കുമാർ എന്നാളാണ് വിളിക്കുന്നത്. സതീഷ് കുമാർ, ഡോക്ടറുണ്ട്, സംശയം ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം ഡോക്ടർ. പറഞ്ഞോളൂ. നമുക്കൊരു 12 വയസ്സുള്ള ഒരു സെറിബ്രൽ പാൾസി, ജന്മന ഇങ്ങനെ മസ്തിഷ്കത്തിന് ഇങ്ങനെ ചെറിയൊരു വൈകല്യമുള്ള ഒരു മോളുണ്ട്. ആ കുട്ടിക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്. ഒരു ഭാഗത്തിരിക്കാതെ അങ്ങനെ ഓടുക, അവിടെ പോവുക, പിന്നെ ഇങ്ങോട്ട് വരിക, അങ്ങനെയുള്ള ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കുന്ന മോളാണ്. സെറിബ്രൽ പാൾസി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. 12 വയസ്സായി. സ്പെഷ്യൽ സ്കൂളിലേക്ക് പോകുന്നുണ്ട് പാലക്കാട് തന്നെ. ഈ ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം ചെയ്യാൻ പറ്റും? നിങ്ങളുടെ പാലക്കാട് ഒരു സദ്ഗമയ കേന്ദ്രമുണ്ട്, ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിന് ഒരു സദ്ഗമയ കേന്ദ്രമുണ്ട്. അവിടെ ചെന്നൊരു ഇവാലുവേഷൻ വേണം. ഹോമിയോപ്പതി ലൈനിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഈ ചില അസുഖങ്ങൾ ഭാഗമായിട്ടും ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവാം. അപ്പം അങ്ങനെയുള്ളവർക്കും മരുന്നുണ്ട്, ഹോമിയോപ്പതിയിൽ മരുന്നുണ്ട്. അതൊരു ഇവാലുവേഷൻ വേണം നമുക്ക്. അത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഇവാലുവേഷൻ ഉണ്ട്. ഇപ്പോൾ സദ്ഗമയ കേന്ദ്രത്തിൽ അവിടുത്തെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ അവിടുത്തെ പാലക്കാടുള്ള സെൻറ്ററിൻ്റെ ഫോൺ നമ്പർ കിട്ടും. ആ ഫോൺ നമ്പറിൽ ഒന്ന് വിളിച്ച് അപ്പോയിൻമെന്റ് എടുക്കണം. സദ്ഗമയ കേന്ദ്രത്തിൽ ജില്ലാ ഹോമിയോ ആശുപത്രിയുമായിട്ട് അടുപ്പിച്ച് ചേർന്നായിരിക്കും അത് സാധാരണഗതിയിൽ ഉണ്ടാവുക. അവിടെ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെല്ലുക. അവർ ഡേറ്റ് പറയും, ആ ഡേറ്റിൽ ചെന്നാൽ മതി. വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ. നമ്മൾ ബിഹേവിയർ പ്രോബ്ലംസിനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞ ആ ചോദ്യത്തിൽ തന്നെയാണ് പ്രധാനമായിരിക്കും. നമ്മുടെ പല ദേഷ്യവും പറഞ്ഞു വരുമ്പോഴും ഇതിൻ്റെ ഫാമിലിയിൽ ആരെങ്കിലും അവർ റോൾ മോഡൽ ഉണ്ടായിരുന്നിരിക്കാം. അപ്പം ഈ ഒരു കാര്യം ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒപ്പോസിഷണൽ ഡീവിയൻ ഡിസോർഡർ എന്ന് പറഞ്ഞൊരു അസുഖം തന്നെയുണ്ട്. എല്ലാത്തിനോടും ദേഷ്യം പറയുക, എല്ലാത്തിനും നിഷേധഭാവം കാണിക്കുക, അതിനോട് വെഞ്ചൻ്റായിട്ട് വർക്ക് ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങൾ ഭയങ്കര ടച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ചെറിയ ചെറിയ കാര്യം മതി അവർ പെട്ടെന്ന് ദേഷ്യം കാണിക്കും. എല്ലാവരോടും ആർഗ്യൂ ചെയ്യുക, എല്ലാം അതോറിറ്റീസിനോടെല്ലാം ആർഗ്യൂ ചെയ്യാൻ തുടങ്ങും. ഇതിനും അങ്ങനെ പറഞ്ഞ കുറേ കുട്ടികളുണ്ട്. ODD എന്ന് പറയുന്ന ഒരു ഇതിൽ വരുന്നതാണ്. പക്ഷേ
ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എപ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു ബ്രാൻഡ് ഒരു കുട്ടിയെ നമ്മൾ ആദ്യമേ ബ്രാൻഡ് ചെയ്യത്തില്ല. പക്ഷേ ഈ കുട്ടിയുടെ ഒരു ഫാമിലി സർക്കംസ്റ്റൻസ് എങ്ങനെയുണ്ട്, ഈ കുട്ടികളുടെ റോൾ മോഡൽ ആരാണ്, ഈ കാര്യങ്ങളുടെ അവലോകനം ചെയ്തിട്ടേ നമ്മളൊരു കുട്ടിയെ മാനേജ് ചെയ്യാൻ ശ്രമിക്കത്തുള്ളൂ. അപ്പം ഈ ദേഷ്യം വരുന്നത് ചിലപ്പം വീട്ടിൽ കാണുമോ ദേഷ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ദേഷ്യത്തിൽ നമ്മൾ എപ്പോഴും നോക്കുന്നത് അവൻ ആ വീട്ടിൽ അവൻ്റെ സ്വാതന്ത്ര്യം ഉള്ളിടത്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ, അതോ എല്ലായിടത്തും ഇതുപോലെ തന്നെ ക്യാരക്ടർ കാണിക്കുന്നുണ്ടോ, അതോ ഒരു കുറേ നാളായിട്ട് കാണിക്കുന്നുണ്ടോ. ചിലപ്പോൾ ഒരു പെട്ടെന്നൊരു ദേഷ്യത്തിൻ്റെ ഭാഗത്ത് എന്തൊരു സംഭവത്തിൻ്റെ പുറത്ത് പെരുമാറുന്നതിനൊന്നും ഈ ഒരു വൈകല്യമായിട്ട് നമ്മൾ കണക്കാക്കത്തില്ല. പലപ്പോഴും ഇങ്ങനെ ചെറിയൊരു ദേഷ്യം ഉണ്ടെങ്കിൽ തന്നെ ആൾക്കാർക്ക് എൻ്റെ മോൻ ഈ അസുഖമാണോ എന്നുള്ളൊരു തെറ്റിദ്ധാരണയും വരാറുണ്ട്. പക്ഷേ ഇതിങ്ങനെയല്ല. 2-3 സെറ്റിങ്സിൽ വീട്ടിലും സ്കൂളിലും പുറത്തും എല്ലാം ഇതേ പെരുമാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ ഒരു വരത്തുള്ളൂ. അതാണ് ODD എന്ന് പറഞ്ഞാൽ. ആ ഒരു ഇതിനകത്ത് പലരും ദേഷ്യം, എല്ലാത്തോടും നിഷേധവും ദേഷ്യം എന്നൊക്കെ പറയുന്ന കുട്ടികളുടെ ഇങ്ങനെ സംഭവം. നമ്മൾ തുടങ്ങിയത് ADHD ആണ് പറഞ്ഞു തുടങ്ങി. ഡോക്ടർ, നമുക്ക് ഒരു ഇടവേളയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം. ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. കൗമാരക്കാരിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, കൗമാരക്കാരിലെ പെരുമാറ്റ വൈകല്യങ്ങൾ അത് വളരെ വലിയൊരു പ്രശ്നമാണ്. ഏതൊക്കെ പ്രശ്നങ്ങളാണ് സാധാരണ ഒരു ഡോക്ടർ എന്ന നിലയിൽ താങ്കൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്? ഇതിൽ ഒന്നാമത്തത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ADHD ആണ്. രണ്ടാമത്തത് ODD എന്ന് പറയുന്ന സാധനമാണ്, ഈ നേരത്തെ പറഞ്ഞ ഒരു ദേഷ്യത്തിൻ്റെ നിഷേധഭാവത്തിൻ്റെയും കാര്യം. മൂന്നാമത്തത് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. കണ്ടക്ട് ഡിസോർഡർ കുറച്ചും കൂടെ ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. എന്നാൽ കുട്ടികളിൽ നമ്മളത് പെട്ടെന്ന് മനസ്സിലാക്കണം. കാരണം അവർ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാക്കും. മറ്റ് സ്കൂളുകളിലൊക്കെ ചെറിയ ചെറിയ വഴക്കുകളും അടികളും ഒക്കെ ഉണ്ടാക്കുന്ന പോലല്ല, ഇവർ സീരിയസ് ആയിട്ടുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങളെ വല്ലാതെ ഹനിക്കുന്ന രീതിയിലുള്ള സീരിയസ് ആയ പ്രശ്നങ്ങൾ, തലയ്ക്കെടുത്ത് അടിച്ച് പൊട്ടിക്കുക, അങ്ങനെ ഡെസ്ക് കൊണ്ട് അടിച്ച് പൊളിക്കുക, കണ്ണാടി അടിച്ച് പൊടിക്കുക, ഇങ്ങനത്തെ സാറിൻ്റെ കാർ അടിച്ച് പൊളിക്കുക, ഇങ്ങനത്തെ വളരെ സീരിയസ് ക്രൈംസിലോട്ട് പോകുന്ന കുട്ടികളുടെ ടെൻഡൻസീസ് ഉള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് മറ്റുള്ളവരുടെ വേദനയോ ഇതൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ അങ്ങ് അടിക്കുകയാണെങ്കിൽ ഭയങ്കര ഭീകരമായി അങ്ങ് അടിക്കും. നമ്മൾ പല സംഘടനകളും കാണുകയാണെങ്കിലും സ്കൂളുകളിലെ സംഘടനകൾ പണ്ടത്തെ ഒരു വളരെ കോമൺ ആയിട്ടുള്ള സംഘടനകളിൽ വളരെ ക്രൂരമായി അങ്ങ് അടിച്ച് നിരം പരിശാക്കുക മറ്റു കുട്ടികളെ. ഇങ്ങനെ കുട്ടികളെ നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അത് റെപ്പറ്റേറ്റീവായിട്ട് വീണ്ടും 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 ഒരേ കുട്ടി ആവർത്തിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കണ്ടക്ട് ഡിസോർഡർ ഉള്ള കുട്ടികൾ ചിലപ്പം വേറെ അസുഖങ്ങളും കൂടെ കണ്ടെന്ന് വരാം. പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇവർ കുറ്റവാളികളായി മാറും. ഈ കുറ്റവാളികൾ നാളെ സമൂഹത്തിന് വലിയൊരു പ്രശ്നമാകും. ഈ കുട്ടികൾ ഇപ്പോൾ തന്നെ സ്കൂളിന് പ്രശ്നമാവും. അവർ പലപ്പോഴും സ്കൂളിൻ്റെ പുറത്തായിരിക്കും, സാറന്മാർ പുറത്താക്കും. ഈ പുറത്താക്കുമ്പം അവരുണ്ടാക്കുന്ന ഗ്യാങ്ങുകൾ പുറത്തുള്ള വലിയ അഡൽട്സുമായിട്ടാണ്. അവരിടപെടുന്നതെല്ലാം പ്രായമുള്ള ആൾക്കാരുടെ ഗ്യാങ് ഉണ്ടാവുക. അവരുടെ ദൂഷ്യ സ്വഭാവങ്ങളെല്ലാം ഇവരെ വലിച്ചെടുക്കും. അവർ അപ്പോഴേ നമ്മൾ സ്പോട്ട് ചെയ്ത് അപ്പോഴേ കുട്ടികളെ നമ്മൾ ശരിയാക്കി എടുക്കാമെങ്കിൽ, ഒരു നല്ല മാനേജ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അവർ ഭാവിയിൽ നമ്മുടെ സമൂഹത്തിന് നല്ല കുട്ടികളായി നല്ല വ്യക്തികളായി മാറ്റാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ നിർഭയയുടെ ആ സംഭവം വന്ന പോലെ അങ്ങനത്തെ ഇഷ്യൂസുള്ള കുട്ടികളായി വരും. കാരണം അവർ ആ കൊച്ചിലെ ആ ടെൻഡൻസീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റണം. അതിന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ പ്രോജക്ട്സ് ഉള്ളത്. പിന്നെ നമുക്ക് അടുത്ത പ്രശ്നം കിട്ടുന്നത് ഇതിൽ OCD എന്ന് പറയുന്നത് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നാണ് വേറൊന്ന്. വളരെ രസകരമാണെന്ന് പലർക്കും തോന്നാമെങ്കിലും ഒരു ഉദാഹരണത്തിന് നമ്മളൊരു വൃത്തിയായിരിക്കണം, അത് നോർമലി എല്ലാവരും വിചാരിക്കുന്നതല്ലേ. നമ്മൾ എന്തെങ്കിലും സാധനം കൈ വൃത്തികേടായാൽ ഒന്ന് കഴുകും. പക്ഷേ ഇവർ ഒത്തിരി പ്രാവശ്യം കഴുകും. ഒത്തിരി പ്രാവശ്യം കഴുകുക എന്ന് പറഞ്ഞാൽ അവരെ കഴുകി അവരുടെ റുട്ടീൻ തന്നെ ചെയ്യാൻ പ്രയാസം, അത്രയും ലെവലിലോട്ട് പോകും. ഒരു ദിവസം 20-30 പ്രാവശ്യം കൈ കഴുകിയാലേ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം തന്നെ അടുപ്പിച്ച് കഴുകണം. ഓരോ പ്രാവശ്യം നോക്കുമ്പോഴും കൈ ശരിയായി കഴുകിയില്ല എന്നൊരു തോന്നൽ, വീണ്ടും വീണ്ടും കൈ കഴുകിയാലേ ശരിയാവുള്ളൂ തോന്നൽ. അങ്ങനെ ഓരോരോ സ്വഭാവം. ചിലർ വാതിൽ അടയ്ക്കുന്ന കണ്ടിട്ടില്ലേ, അടയ്ക്കും, വീണ്ടും അങ്ങോട്ട് പോകുമ്പം അടച്ചോ ഇല്ലയോ, വീണ്ടും ഒന്നുകൂടെ നോക്കും. കുറച്ച് കഴിയുമ്പോൾ ഇയാൾക്കറിയാം ഞാൻ അടച്ചു, പക്ഷേ എനിക്ക് ഒന്നുകൂടെ പോയി നോക്കി ഒന്ന് ലോക്ക് ചെയ്താലേ ഇയാൾക്കൊരു സമാധാനം വരത്തുള്ളൂ. ഇതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ നമുക്ക് ഒരു രീതി വരെ ഇതിൻ്റെ സദ്ഗമയിൽ ഡീൽ ചെയ്യുന്നുണ്ട്. ചില ഹോമിയോ മരുന്നുകൾ വളരെ നല്ല ഫലപ്രദമാണ് ഈ OCDക്കകത്ത്. ഇത് വളരെ നല്ലതായിട്ട് മാറ്റാം. കാരണം പലപ്പോഴും ഇവരുടെ പേരൻസ് വല്ലാതെ ആങ്ഷ്യസ് ആയി പോകും. കാരണം ഇവരുടെ ഓരോ കാണിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും ചിലപ്പം കുളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ടാങ്ക് മുഴുവൻ വെള്ളം തന്നെ നമ്മൾ അടിച്ചാൽ തികയത്തില്ല, അങ്ങത്രയും ലെവലിൽ എത്തിപ്പോകും. അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിൽ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിൽ വരാറുണ്ട്. പല കാര്യങ്ങൾ നമ്മൾ ഈ രോഗി വല്ലാതെ അങ്ങ് സഫർ ചെയ്യും കുറച്ച് കഴിയുമ്പോൾ. ആദ്യമൊക്കെ ഈ കുഴപ്പമില്ല എന്ന് പേരൻസ് വിചാരിക്കും, നല്ല ക്യാരക്ടർ അല്ലേന്ന് വിചാരിക്കും, നല്ല കുഴപ്പമില്ലാത്തല്ലേ. പക്ഷേ ഇത് റെപ്പിറ്റേറ്റീവ് ആകുമ്പോഴത്തേക്ക് വല്ലാതെ ആവും. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
ജഗന്നാഥൻ പിള്ള കൊല്ലത്ത് നിന്ന് വിളിക്കുകയാണ്. ഡോക്ടറിന്റെ സംശയം ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഇത് എന്റെ മകന് വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. അവൻ +2 പഠിക്കുന്നു. ആ. അവനാണെങ്കിൽ ഈ ആളുകളുടെ ഇടയ്ക്ക് നിന്ന് സംസാരിക്കുന്നതിനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒരു വല്ലായ്മയും അതാണ് തന്നെ പഠിക്കുന്നതിന് തന്നെ കൂടുതൽ താല്പര്യം ഇല്ലാതായിരിക്കുക. അതിന്റെ കാര്യത്തെ പറ്റി ചോദിക്കാനായിട്ടാണ് വിളിച്ചത്. എത്ര നാളായി തുടങ്ങിയിട്ട്? ഇതിപ്പം തുടങ്ങിയിട്ട് ഇപ്പം ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ചെറുതായിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ഒരു വലിയ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ. ആൾക്കാരോട് ഇടപെടാനുള്ള ഒരു ആശങ്കയുണ്ട് അവന്? ആശങ്കയുണ്ട്. ഉണ്ട്. എല്ലാവരുടെ മുന്നിൽ ഒരു പാട്ട് പാടാനോ ഒരു കല്യാണ വീട്ടിലോ അങ്ങനെയുള്ള ആളുകൾ കൂടുന്നിടത്തോ അവൻ പോകത്തില്ല. അത് എത്ര നിർബന്ധിച്ചാലും പറഞ്ഞാലും പോകത്തില്ല. പണ്ടേ എങ്ങനെയായിരുന്നു? പണ്ട് ഇങ്ങനെയുള്ള സ്വഭാവമൊന്നും ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചോദിച്ചിരുന്നു? പണ്ട് അതോളം തന്നെ സ്ത്രീകളെ കണ്ട അവരെ ഭയങ്കര ഒരു വല്ലായ്മയാ. സ്ത്രീകളുടെ അടുത്ത് പോകത്തുമില്ല, ഒന്നും സംസാരിക്കത്തുമില്ല. ആരെയായാലും പുറത്തുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അതുപോലെ വീട്ടിലുള്ളവരുടെ അടുത്തൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. അത് മിതമായിട്ട് സംസാരിക്കും, വലിയ രീതിയിൽ സംസാരിക്കത്തില്ല. ബന്ധുക്കളുടെ അടുത്ത് അത് കൂടുതലായിട്ട് സംസാരിക്കുന്നത് എന്റെ അടുത്തോ എന്റെ ഭാര്യയുടെ അടുത്തേ സംസാരിക്കും. വേറെ അനിയന്റെ അടുത്തും വേറെ ആരുടെ അടുത്ത് സംസാരിക്കാൻ കൂടുതൽ പോവില്ല. ശരി. മറ്റുള്ള സ്കൂളിലൊക്കെ സ്കൂളില് പിന്നെ കുട്ടികളെയൊക്കെ കളിയാക്കാറൊക്കെ ഉണ്ട്. ആരുടെ അടുത്തും അങ്ങനെ സംസാരിക്കത്തില്ല. കൂട്ടുകാരൊന്നും അങ്ങനെ ഇല്ല. കൂട്ടുകാരില്ല? ഇല്ല. ഒരു അടുത്ത അവൻ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് ട്യൂഷൻ സെന്ററിൽ പോകും. അവിടെ നിന്ന് നേരെ വീട്ടിൽ വരും. വീട്ടിൽ വന്ന് വീട്ടിൽ ഇരുന്ന് പഠിക്കും. എന്നാലും അത്ര ശ്രദ്ധയൊന്നും ഇല്ല. പഴയ കണക്കുള്ള ശ്രദ്ധകളും ഇല്ല. മാർക്ക് എങ്ങനെയുണ്ട്? മാർക്ക് ഇപ്പൊ കുറവാണ്. അതോളം തന്നെ കയ്യിലൊക്കെ നോക്കിയിരിക്കും. കയ്യിലെ ഈ നരമ്പും അതും ഇതൊക്കെ നോക്കിയിരിക്കും. ശരി. അവന് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് വീണ്ടും പറയാറുണ്ടോ? വീണ്ടും അങ്ങനെ സംസാരിക്കത്തില്ല. എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് അവൻ കൂടുതൽ പറയാറുണ്ടോ? പ്രത്യേകിച്ച് വിഷയങ്ങൾ അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. പിന്നെ ഇതണക്ക് എന്തെങ്കിലും അതോളം തന്നെ സ്കൂളിൽ പോകാൻ ഒരുങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഒരുപാട് സമയം വേണം. അവൻ ആഹാരം കഴിക്കാതിരുന്നു കഴിഞ്ഞാല് ഒരുപാട് സമയം എടുക്കും. പണ്ടേ അങ്ങനെയായിരുന്നോ? നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു. നേരത്തെ പറയുന്ന സമയത്ത് കറക്റ്റായിട്ട് പോയി ഒരു 8ാം ക്ലാസ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അത് പെട്ടെന്ന് പോവുകയും വരികയൊക്കെ ചെയ്യുമായിരുന്നു. ശരി. 8ിലൊക്കെ നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്യുമായിരുന്നു. 10ാം ക്ലാസ്സിൽ വന്നിട്ടും വലിയ കുഴപ്പമില്ലായിരുന്നു. അതിന് ശേഷം ഇപ്പോഴത്തെ ഈ പിന്നെ +1 ആയതിനു ശേഷമാണ് ഇപ്പൊ കൂടുതൽ ഇതായത്. സ്കൂളിലോ എവിടെയെങ്കിലും ടെൻഷനുള്ളതായിട്ട് അറിയാവോ? എന്തെങ്കിലും ടെൻഷനായിട്ട് അവനോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ? എന്താ പ്രശ്നമെന്ന് സംസാരിച്ചിട്ടുണ്ടോ? അത് സംസാരിച്ചിട്ട് അവനൊന്നും അങ്ങനൊന്നും ഇല്ലെന്ന് അവൻ പറയുന്നത്. പിന്നെ ഒരു ദിവസം ഞാൻ ഇതണക്ക് പറഞ്ഞ മോനെ ഒരു കാര്യം ചെയ്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണാം, അന്നേരം ഇതണക്ക് ഇത് അവരുടെ അടുത്ത് ചോദിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അതിനവന് സമ്മതമായിരുന്നു. അങ്ങനെ പിന്നെ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞ് ചെറിയൊരു കുഴപ്പമേ ഉള്ളൂ, ഇത് പ്രശ്നമൊന്നുമില്ല, ഒരു മരുന്ന് തരാന്ന് പറഞ്ഞ് മരുന്ന് ഗുളിയൊക്കെ കുറിച്ച് തന്നായിരുന്നു. ഗുളി ഏതാന്ന് പറഞ്ഞില്ല. കൊല്ലത്ത് അങ്ങനെ സൈക്കാട്രിസ്റ്റിനെ കണ്ടായിരുന്നു. ശരി. ഇത് ശരിക്കും കുറച്ചും കൂടെ ആ കുട്ടിയോട് ചോദിച്ചാലേ കൃത്യമായ ഒരു വിവരം അറിയാൻ പറ്റത്തുള്ളൂ. എങ്കിലും ആ കുട്ടിയെ തീർച്ചയായിട്ടും ഞങ്ങളുടെ കൊല്ലത്തെ ജില്ലാ ഹോമിയോ ആശുപത്രി അറിയാമെങ്കിൽ അവിടെ സദ്ഗമയ കേന്ദ്രമുണ്ട്. അവിടെ സൈക്കോളജിസ്റ്റും ഉണ്ട്, ഡോക്ടറും ഉണ്ട്. ഇവരുടെ ഒരു കൂടുതൽ ചോദിച്ചാലേ കൃത്യമായിട്ട് എന്താണ് കാരണമെന്ന് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് കാരണം അറിയണം. അതിൻ്റെ അകത്ത് എന്താ അവസ്ഥയിലാണ് ആ കുട്ടി പോകുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായി, വ്യത്യാസം ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് കൃത്യമായിട്ട് അതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളത് ആ കുട്ടിയെ കാണിക്കേണ്ടതാണ്. വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയ്ക്കൂടിയുള്ള സമയമാണ്. ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. കൗമാരക്കാരിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ധാരാളമായി കാണപ്പെടുന്നുണ്ട്. കുട്ടികളിലെ പഠന വൈകല്യം വലിയൊരു വിഷയമാണ്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു തരാമോ? അതിന് എന്തൊക്കെയാണ് പ്രവർത്തനങ്ങളുള്ളത്? പഠന വൈകല്യം വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം പലപ്പോഴും മണ്ടന്മാർ എന്ന് ലേബൽ ചെയ്യപ്പെടുന്ന കുട്ടികൾ പലപ്പോഴും ശരിക്കും അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുള്ള കുട്ടികളാണ്. ഈ പഠന വൈകല്യമുള്ള കുട്ടികളാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴൊക്കെ കുറച്ച് പേരെങ്കിലും അറിയാമെങ്കിലും മഹാഭൂരിപക്ഷം പേർക്കും ഈ പഠന വൈകല്യം എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ഇപ്പം മറ്റു കാര്യങ്ങളിലെല്ലാം മിടുക്കനാണ് എങ്കിൽ എഴുതാനോ വായിക്കാനോ അല്ലെങ്കിൽ കണക്ക് കൂട്ടാനോ ഒക്കെയുള്ള പ്രശ്നങ്ങളാണിത്. അപ്പം നമ്മൾ പൊതുവെയുള്ള ആൾക്കാർ പറയുക അവൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് ഇതെല്ലാം മിസ്റ്റേക്ക് വരുത്തിയത്. എന്താ ചെയ്യുക?
അപ്പോൾ അതിൽ ഡിസ്ലെക്സിയ എന്ന് പറയുന്ന ഒരു സാധനം വായിക്കുമ്പോൾ ഒരു ഇടയ്ക്ക് അങ്ങ് വിട്ടേ വായിക്കുള്ളൂ. അപ്പം ഇത് നോക്കി വായിക്കടാ, ഇത് അവൻ എത്ര നോക്കി വായിച്ചാലും കുറേ എണ്ണം വിട്ടേ വായിക്കുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ 2 എണ്ണം ആഡ് ചെയ്യും, അല്ലെ തിരിച്ചും മറിച്ച് പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു വാക്ക് തന്നെ അങ്ങോട്ട് തലതിരിച്ച് പറയുക. ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാണ് ഡിസ്ലെക്സിയ. എഴുതുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷേ വായിക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക്. വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, പുസ്തകം എടുത്ത് വായിക്കാൻ പറഞ്ഞാൽ അവൻ ഭയങ്കര പേടിയാൻ തുടങ്ങും. കാരണം ക്ലാസ്സിൽ വായിക്കാൻ പറയുമ്പോൾ മുഴുവൻ മിസ്റ്റേക്ക് ആയിരിക്കും പറയുന്നത്. അപ്പം ഇത് അവൻ കുറച്ചു നേരം വായിക്കും, മനസ്സിലാവത്തില്ല, പലതും അവന് മനസ്സിലാവത്തില്ല. ഇതിനെ ഈ അക്ഷരം മാറി തിരിഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, ഇതെന്താണ് അർത്ഥം എന്ന് മനസ്സിലാവത്തില്ല. അപ്പോൾ എന്താ വായന മതിയാക്കും. അവൻ എന്താ ശബ്ദം ഉണ്ടാക്കാതെ വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കുറച്ചു നേരം പുസ്തകം തുറന്നു നോക്കും, പിന്നെ അങ്ങ് പോകും. ഇവനൊന്നും മനസ്സിലാവത്തില്ല. ഇത് മനസ്സിലാവാത്തവൻ എങ്ങനെ എഴുതും, പരീക്ഷ എഴുതും. അപ്പം പേരൻസ് പറയുന്നത്, അവൻ എന്നും രാവിലെ പുസ്തകം എടുത്ത് നോക്കുന്നുണ്ട്, പരീക്ഷ വരുമ്പോൾ റിസൾട്ട് വരുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. അപ്പോൾ ഇവന് വായിച്ചിട്ടും മനസ്സിലാവാത്ത എന്താ, അവന് മനസ്സിലാവുന്നത് അവനെ കൊണ്ട് വായിപ്പിക്കുമ്പം ഇത് മനസ്സിലാവും എവിടെയാണ് തെറ്റുപറ്റുന്നത്, എങ്ങനെയാണ് തെറ്റുപറ്റുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ നമുക്കറിയാം ഒരു ഡിസ്ലെക്സിയ പ്രോബ്ലം ഉണ്ടെന്ന്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എഴുതുന്നതിൻ്റെ മിസ്റ്റേക്ക്. നല്ലതായിട്ട് വായിക്കും, ഇവർക്കെല്ലാം IQ നോർമൽ ഇൻ്റലിജൻസ് ആണ്, നല്ല ബുദ്ധിയുണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം അവർ പറയും, ബാക്കി എന്ത് കാര്യം പറഞ്ഞാൽ അവൻ ചെയ്യും. പക്ഷേ വായിക്കാൻ പറഞ്ഞാൽ പ്രയാസമാണ്. എഴുതുന്നതിന് ഇതുപോലെ ഉണ്ട്. ചിലരുടെ അക്ഷരം കണ്ടോ ഭയങ്കര കാക്കരി പൂകരി എന്ന് എഴുതിയേക്കും. എഴുതുന്ന ആ ഒരു പേപ്പർ പിടിക്കുന്നതും പേന പിടിക്കുന്നതും ഒക്കെ വല്ലാതെ രീതിയിലായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളുണ്ട്. അതുപോലെ എഴുതുന്നതെല്ലാം തലതിരിച്ച് എഴുതുക, സ്മോൾ ലെറ്ററിൻ്റെ ഇടയിൽ ക്യാപിറ്റൽ ലെറ്റർ എഴുതുക, ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചെഴുതുക, ഇങ്ങനെയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇഷ്ടം പോലെ, ഗ്രാമർ മിസ്റ്റേക്ക് ഇഷ്ടം പോലെ. ഇപ്പം ഇതിങ്ങനെ ഇപ്പോൾ നമ്മളൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യത്തില്ല. ഇതെല്ലാം കൂടെ കുറേ എണ്ണം ചേർന്ന് വരുമ്പോഴാണ് നമ്മളിത് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം ഇതിന് എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെ ആവശ്യമുണ്ട്. ഇതിന് മരുന്ന് മാത്രം പോരാ. അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രശ്നം തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ. അപ്പം പേരൻസ് എല്ലാ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പഠിക്കാൻ പറഞ്ഞാൽ എല്ലാം പഠിക്കുന്നു, എല്ലാം പറയുന്നു, പക്ഷേ എക്സാമിനേഷൻ മാർക്ക് വരുമ്പം ടീച്ചർ പറഞ്ഞാൽ പറ്റത്തില്ല, എഴുതണമല്ലോ. എഴുതി വരുമ്പോഴത്തേക്ക് ഒന്നും കാണത്തില്ല, എല്ലാം മിസ്റ്റേക്ക്. ഇങ്ങനെയുള്ള കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ കുട്ടികളെ തിരിച്ചറിഞ്ഞ് അവന് എപ്പോഴും ഇമ്പോസിഷനും കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അവന് അടി കൊടുക്കുമ്പോഴത്തെല്ലാം അവൻ വിചാരിച്ചിട്ട് ശരിയാക്കാൻ പറ്റത്തില്ല. ഇപ്പം ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, സദ്ഗമയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ കണക്ക്, പലർക്കും നമ്മൾ പഠിക്കുമ്പോഴേ നമുക്ക് കണക്ക് പേടിയുള്ള ഇഷ്ടംപോലെ പിള്ളേരുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഈ കണക്കിൻ്റെ പ്രശ്നമുള്ള കുട്ടികളുണ്ട്. ബേസിക് ആയിട്ടുള്ള വലുതേത് ചെറുതേത്. അപ്പോൾ ഒരു കുറേ കൊച്ചിലെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. 7 വയസ്സ് കഴിഞ്ഞിട്ടാണ് ശരിക്കും നമ്മളിതെല്ലാം തിരിച്ചറിയുന്ന മനസ്സിലാക്കുന്നെങ്കിൽ പോലും ഒരു 3-4 വയസ്സ് മുതലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവന് ചെറിയ കട്ടകളെല്ലാം ചേർത്ത് എടുക്കാൻ പറഞ്ഞാൽ ഈ വലുതും ചെറുതും എല്ലാം എടുത്തു വെക്കും. അപ്പോൾ ആ ഒരു ഷേപ്പ് ഒരേപോലെ വെക്കാൻ പറഞ്ഞാൽ അവന് അറിയാൻ പറ്റത്തില്ല. ഇടതും വലതും ഏതെന്ന് തിരിച്ചറിയത്തില്ല. ഒരു ഡിസ്റ്റൻസിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. ഇപ്പോൾ ഒരു മാർജിൻ എഴുതുകയാണെങ്കിൽ ഇത്രയും ഒരു സ്പേസിൻ്റെ ഇടയിലുള്ള സ്പേസ് ഒത്തിരി കൂടുതലായിരിക്കാം. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരും. അപ്പം ഈ കണക്കിൻ്റെ പ്രശ്നം, ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. ഇതും തിരിച്ചറിയേണ്ടതാണ്. കാരണം ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഇഷ്യൂസ് എല്ലാം ഇവൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ ഡോക്ടർ, ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ച് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള ചികിത്സകൾ? വളരെ ചുരുങ്ങിയ വാക്കുകളിലെന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കി ഈ ഒരു പ്രശ്നത്തെ ഈ ടീച്ചേഴ്സോ ആരെങ്കിലും കണ്ടാൽ അവനെ മണ്ടനെന്നോ എന്ന് പറയാതെ അവൻ്റെ മാനസികം, നേരത്തെ പറഞ്ഞില്ലേ, ഒരു വ്യക്തിത്വം വളരുന്ന സമയമാണ്, ആത്മാഭിമാനം വളരുന്ന, അതിനെ കളയരുത്. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. എടാ മോനെ, കുഴപ്പമില്ല, ഇത് നമുക്ക് ശരിയാക്കാം, ഇത് നിൻ്റെ മാത്രം കുഴപ്പം കൊണ്ടല്ല, ഇത് നമുക്ക് ശരിയാക്കാം. ഇത് അവനെ അങ്ങ് വല്ലാതെ ബ്രാൻഡ് ചെയ്ത് അവൻ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞു വെക്കരുതെന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കണ്ടാൽ ആദ്യം ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെയോ അല്ലെങ്കിൽ ടീച്ചറോട് പറയുക. ഇപ്പോൾ ഇങ്ങനെ സർവീസ് കൊടുക്കുന്ന, ഇങ്ങനെ സഹായിക്കുന്ന ഒട്ടനവധി പദ്ധതികളുണ്ട്. ഹോമിയോപ്പതിക്ക് സദ്ഗമയാണെന്ന് മാത്രമേ ഉള്ളൂ, വേറെ പല പദ്ധതികളും ഉണ്ടാവാം. അപ്പം ഈ പദ്ധതിയിലോട്ട് കൊണ്ടുപോകുക കുട്ടിയെ. അപ്പം അവിടെ ആകുമ്പോഴത്തേക്ക് ഇവൻ്റെ ഇപ്പോഴത്തെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവന് വല്ലാതെ വിഷമിച്ചിട്ടുണ്ടാവും. കാരണം അവൻ എഴുതിയാലും തെറ്റിക്കൊണ്ടിരുന്നുണ്ട്. അവൻ്റെ ആത്മാഭിമാനത്തെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവൻ ഇത് ചെയ്യുന്ന, നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ, ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ നിനക്ക് നല്ലതായിട്ട് എഴുതാൻ പറ്റും. ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലൊരു പരിശീലനമുണ്ട് എഴുതാൻ. അപ്പോൾ ആ രീതിയിൽ അവനെ പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പഠന വൈകല്യത്തിന് കുറേയധികം വിമുക്തം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ അതിൻ്റെ കൂടെ നമ്മൾ ഹോമിയോ മരുന്നും കൊടുക്കാറുണ്ട് സദ്ഗമയിൽ. അത് കുറേയും കൂടെ അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇവനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് അങ്ങോട്ട് മാറ്റാൻ പറ്റുന്ന അല്ലെങ്കിൽ പോലും അവൻ്റെ നല്ലൊരു സക്സസ്ഫുൾ ലൈഫിന് വേണ്ടി ഇത് മാറ്റാൻ പറ്റും. ഇങ്ങനെ വളരെയധികം നന്ദി ഡോക്ടർ. ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൗമാരക്കാരിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തത്. നമസ്കാരം.